മുനക്കിക്കടവ് ഫിഷിംഗ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ഗേറ്റ് കളക്ഷൻ, വണ്ടികളുടെ എമൗണ്ട്, പേര്, എമൗണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്ന ഗേറ്റ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ലീവായി കാരണം തോന്നുന്നു. കുറേ ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. മീൻ കൊണ്ടുപോകുന്ന വഞ്ചികൾ കള്ളിൽ വെച്ചിട്ടാണ് ലേലങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. ആ ഒരു മീനുകളൊക്കെ വഞ്ചിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുകളൊക്കെ മീനുകളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ്. ഐസൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന വലകളൊക്കെ ചേട്ടന്മാർ റിപ്പയർ ചെയ്യുന്നു. ഇവിടെ ബോട്ടുകൾക്കൊക്കെ ഞായറാഴ്ച ലീവാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇവിടെ ഫിഷിംഗ് ലാൻഡ്, മറ്റേ ബോട്ടൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വലിയ വലിയ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ലീവായ കാരണം തോന്നുന്നു അവർ പോവാത്തത്. ഇത് പഴയൊരു ബോട്ടാണ് കേട്ടോ. ആ പരുന്തിൻ്റെ മുകളിൽ ഒരു ബോട്ടിന് മീതെ ഒരു പരുന്തിരിക്കും. നോക്കൂ. വീടൊക്കെ ഒന്ന് എടുത്തിട്ട് വരികയായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. എപ്പോൾ മഴ വരുന്നു, എപ്പോൾ വെയിൽ വരുന്നു എന്നുള്ളത്. പഞ്ചാബി ഹൗസിലൊക്കെ കാണുന്നില്ല, അതേപോലെ കുറേ വഞ്ചികൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വഞ്ചിയാണ് കേട്ടോ ഈ കാണുന്നത്, ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വഞ്ചിയിലെ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. വലകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ഇവിടെ നല്ല മഴയായിരുന്നില്ല. ഇപ്പോൾ മഴ പെട്ടെന്ന് കുറഞ്ഞു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ വഞ്ചിയിൽ ഇരുന്നിട്ട് കുറച്ച് ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മീനുകൾ കിട്ടുന്നുണ്ട്. വലിയ മീനുകളായിരിക്കും മിക്കവാറും കിട്ടുന്നുണ്ടായിരിക്കാം. കാലാവസ്ഥ ആകാശത്ത് നോക്കി നല്ല കാർമേഘം ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിലുള്ള മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട്. ഇരട്ടക്കുട്ടികൾ നിൽക്കുന്ന പോലെ 2 ബോട്ടുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഷാരോണും നസീബും. നല്ല ഭംഗിയുണ്ടല്ലേ, രണ്ടും കാണാം. നല്ല നീല നിറത്തിലാണ്. ഇവിടെ നിന്ന് ഉള്ള ബോട്ടുകളെല്ലാം ഒരു നീല നിറമാണെന്ന് തോന്നുന്നു. എല്ലാം യൂണിഫോമാണോ ഇനി? നേരത്തെ നമ്മൾ കണ്ടില്ലേ ഷാരോം നസീബും. അതിലെ നസീബ് പോലീസിൻ്റെ വണ്ടിയാണ് കേട്ടോ. പോലീസ് പെട്രോൾ ബോട്ട് എന്ന് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ വേറെയും ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനൊരു ചെറിയ വിലയ്ക്ക് ഒരു ബോട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കടലിൽ മീൻ പിടിച്ചിട്ട് അവർക്ക് ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടു നടക്കാം. അവിടെ വലിയ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ബോട്ട് കയറ്റിയിട്ടുണ്ട്. അവിടേക്ക് പോകാൻ പറ്റണാവോ? പോയി അവിടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അവിടെ വേറെന്താ ബോട്ട് വല വലിക്കുന്ന ഒരു യന്ത്രമൊക്കെ ഉണ്ടോ. മഴ മാറിയിട്ട് വേണം അവിടേക്ക് പോകാം. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒക്കെ ബോട്ടുകൾ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ഒക്കെ കയറ് കാണുന്നുണ്ടല്ലോ. ഒക്കെ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്ന കയറാണ്. തെങ്ങുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാതും അങ്ങോട്ട് ആ ഒരു കായലിൻ്റെ ഇവിടേക്ക് ചെരിഞ്ഞിട്ടാണ് എല്ലാം വളരുന്നത്. എന്താണെന്നറിയില്ല. അങ്ങനെ ശരിക്കും ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആധുനികമായ രീതിയിൽ അടിപൊളി സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ലേബേഴ്സിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് മീൻ ബോട്ടിൽ പല ദേശത്തുള്ള ആൾക്കാരുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, തിരുവനന്തപുരത്ത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. മഴ അങ്ങനെ തകർത്ത് പെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞാനിവിടെ പെട്ടുപോയി ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ കടലാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടേക്ക് എത്തില്ല. ഇവിടെ നിന്നിട്ട് ലോക്കായി പോയി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ പോയിട്ട് ആ ബോട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്കും കൂടി പോകാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. നല്ല കാറ്റും മഴയാണ് ഗൈസ്. കണ്ട തേങ്ങാക്കുലകളാടുന്നത് കണ്ടോ. നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഒരു ബോട്ട് ഉണ്ടാക്കുന്നതാണോ റിപ്പയർ ചെയ്യണോ എന്നറിയില്ല. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചാൽ മതി. ചില ആൾക്കാർ ഫോട്ടോ എടുക്കാനൊന്നും ചില സ്ഥലത്ത് സമ്മതിക്കില്ല. ഫോട്ടോ വീഡിയോ ഒന്നും വേണ്ട എന്ന് പറയും. അവിടെ കടലിൻ്റെ അവിടെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കടൽ. തിരമാലയുടെയും നല്ല കാറ്റ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ചൂണ്ട കൈ പിടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാ, ഞാൻ മീൻ കൂട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ചൂണ്ട പിടിച്ചിട്ട് മീൻ പിടിക്കണം. ഇത് വല വലിക്കുന്നതല്ല കേട്ടോ. അത് വേറെ എന്തോ സാധനം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. കണ്ടോ, നമ്മൾ റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്നില്ല, അതേപോലെ എൻ്റെ ഐസ് ഇട ആളാണോ. നല്ല രസമുണ്ടല്ലേ എങ്ങനെയാ വഞ്ചികളൊക്കെ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുന്നത് കാണാൻ തന്നെ. വഞ്ചികൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലം അവിടെ കയറ്റി നിർത്തിയിരിക്കണം. ഇത് ഐസ് ഫാക്ടറിയുടെ ഒരു സംഭവം ഉണ്ട്. ഐസ് ഇങ്ങനെ റിപ്പയർ ചെയ്യണം, ഐസ് ഉണ്ടാക്കുന്നത്. വഞ്ചി റിപ്പയർ ചെയ്യുന്ന സ്ഥലം.
ഇതാണ് ഹാർബറിലെ വഞ്ചികളൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടിയാണ് വഞ്ചീനെ അങ്ങോട്ട് ട്രാക്കിലൂടെ അങ്ങോട്ട് കയറ്റുന്നത്. ആ കയറ്റി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ്, കണ്ടോ, ഒരു പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞ സാധനമൊക്കെ, അതിൻ്റെ ദിശ മാറ്റുന്നൊരു സാധനമാണ് ഇതൊക്കെ കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ട്രോളിങ് നിരോധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഇത് റിപ്പയർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരിക്കും. ഇനി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഉണ്ടാക്കുന്നൊരു മെഷീനറി കാര്യങ്ങളൊക്കെയാണ്. ഐസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ട് മറ്റേ പെട്ടിയിലാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അതാണ് വലിയ വലിയ ബോട്ടുകളൊക്കെ ഒരു 3-4 ദിവസമൊക്കെ കടലിൽ കിടന്നിട്ടാണല്ലോ വരിക. അപ്പോൾ അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്തേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഐസുകളൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഈ ഒരു ബോട്ട് ചെറിയൊരു ബോട്ടാണ്, ഒരു പഴയ കാലത്തുള്ള ഒരു ടൈപ്പ് ബോട്ടാണ്. നല്ലൊരു രസമുണ്ട് കാണാൻ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ബോട്ട് ഇത്രയധികം എന്താ പറയുക ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കാണുന്നത്. ഞാനിപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് പഴയൊരു ബോട്ടാണ്, അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് കയറ്റി നിർത്തിയതായിരിക്കും. പക്ഷേ ആ ബോട്ട് പണിത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രൊപ്പല്ലറൊന്നും അവിടെ വെച്ചിട്ടില്ല. പണിക്കാരവിടെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നല്ലൊരു രസമുണ്ടല്ലേ. ആദ്യമായിട്ടാണ് ഞാൻ ബോട്ട് പണിയുന്നൊരു സ്ഥലം കാണുന്നത്. കൊള്ളാം കേട്ടോ. ഇങ്ങനെ കപ്പൽശാലയിലേക്ക് പോയിട്ട് കപ്പലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം. ഓരോ സീസണിൽ ഓരോ ബോട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇത് വലിയൊരു ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം മീനെ പിടിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ കണ്ടതിൽ വെച്ച് ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ് ഏറ്റവും വലുത് എന്നുള്ളത് അവിടെ. അപ്പോൾ അതിനേക്കാളും വലിയൊരു ബോട്ടായി മാറും എന്ന് തോന്നുന്നത്. ബോട്ടിൻ്റെ അടിവശങ്ങളൊക്കെ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടിവശങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ സാധാരണ കാണാറില്ലല്ലോ, നമ്മുടെ വെള്ളത്തിൻ്റെ മീതുള്ള ഭാഗങ്ങൾ മാത്രമല്ലേ കാണാറുള്ളൂ. ഇതികൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഇതാണ് ഇവിടെ ട്രാക്ക് കെട്ടി വെച്ചിരിക്കുന്നൊരു സ്ഥലം. പോകുന്നത് വേറല്ല, അവിടെയും കുറേ ബോട്ടുകളുണ്ട്. അപ്പോൾ ബോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ബുറാഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിരവധി ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ബോട്ടുകൾ ഇന്ന് ഇവിടെ കിടക്കുന്നത്, ഇന്ന് ലീവാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറയാണ്, കടൽക്ഷോഭം കണ്ടില്ലേ, നല്ല കാറ്റുണ്ട്, നല്ല ശബ്ദമുണ്ട്, അപ്പോൾ എല്ലാവരും പണിക്ക് ഇറങ്ങുന്നില്ല, കടലൊന്ന് ശാന്തമായിട്ടാണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ് പുതിയൊരു ജെട്ടി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അൽ അബ്ബാസ, 1 ഖലീഫ, ഹിലാർ, വലിയ ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കുറേ ചെറിയ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്, കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മൾ കാണുന്ന കുറേ കക്കകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കക്കയുടെ തോടുകൾ. 2 ചേട്ടന്മാർ വെള്ളത്തിലെ വഞ്ചിയിലെ വെള്ളമൊക്കെ എടുത്തിട്ട് കളയുന്നുണ്ട്. ഇവിടെ മറ്റേ പോസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ജെട്ടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. ബോട്ട് വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിൽക്കുന്ന 2 ചേട്ടന്മാരില്ലേ, ആ വെള്ളത്തിൽ നിന്ന്, ആ വഞ്ചിയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്ന ചേട്ടന്മാർ, അവരുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. ആ ചേട്ടന്മാർ പറഞ്ഞു ഭയങ്കര കഷ്ടപ്പാടാണെന്നുള്ളത്. കാരണം നല്ല മഴയുണ്ടെങ്കിൽ അവർക്ക് പണിക്ക് പോകാനൊന്നും പറ്റില്ല. ഇനി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായാലും ഇല്ലെങ്കിലും അവർ പോകില്ല. കാരണം കടൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയം ആണെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമൊന്നുമല്ല, അവരുടെ ആ ഒരു വഞ്ചിക്ക് കൂടാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കിടക്കും. പിന്നെ രാവിലെ വന്നിട്ട് ഇങ്ങനെ ബക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ കോരി പുറത്തേക്ക് കളയണം. ഒരുപാട് കഷ്ടപ്പാടുണ്ട് മീൻ നമ്മുടെ മേശപ്പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ആരുടെങ്കിലൊക്കെ കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഇനി കടലിലേക്കൊന്ന് പോകണം, മീൻ വഞ്ചിയിലൊക്കെ. ഇതുകൊണ്ട് ഇത് വേറെ ആൾക്കാരുടെ മീൻ വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്ന് പോവാം, ചേട്ടന് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. 1 2 3 4 5 ഇവിടെ വെള്ളം, ഒരു വഞ്ചി മുങ്ങിയിരിക്കുന്നു. നോക്കൂ, സംഭവം വേറെ ഒന്നുമില്ല, മഴ പെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ അങ്ങനെ താഴ്ന്നു പോകുന്നതാണ്. അയ്യോ, ഇത് കൃത്യമായിട്ട് അവർ പണിക്കാരെത്തിയില്ല, നോക്കിയില്ല, അതുകൊണ്ടായിരിക്കും മിക്കവാറും. ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഐസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ ബാക്കിലത്തെ സാധനം. ഇത് വെച്ചിട്ടാണ് തോന്നുന്നു വലിയ ബോട്ടുകൾക്കൊക്കെ ഐസുകളൊക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് മാറ്റിയിടുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു 7 ബോട്ടുകളുണ്ട്. അതിലൊരു 3 വലിയ ബോട്ടുകളാണ്. വലിയ ബോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടുകളാണ്. ഇതിൽ മോട്ടറൊന്നുമില്ല, മോട്ടറില്ലാത്ത ബോട്ടുകളാണ്. കുറേ എന്താ പറയുക, വള്ളികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ 1 2 3 4 വലിയ ബോട്ട്, 3 4
ഇതൊക്കെ ഓരോന്നിനും ഓരോ പർപ്പസിനുള്ള ബോട്ടുകളാണ് കേട്ടോ. അതവിടെ മേൽക്കൂരുള്ള ബോട്ട്, ഇതിന് മേൽക്കൂരില്ല. അപ്പുറത്തെ 2 മേൽക്കൂരുണ്ട്. ഇതൊക്കെ മീൻ പിടിക്കുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു. അതൊക്കെ മീൻ വലിക്കുന്ന ബോട്ടുകളായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ പർപ്പസാണെന്ന് തോന്നുന്നു. ഈ ബോട്ടുകളൊക്കെ നമ്മുടെ ജെട്ടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടയറൊക്കെ വെച്ചിട്ടോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചാവക്കാട് ഏരിയ കണ്ടൽക്കാടുകൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ചില ബോർഡുകളൊക്കെ കാണാം, കണ്ടൽക്കാടുകൾ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇതാണോ ഇനി കണ്ടൽക്കാടുകൾ, അറിയില്ല. ഇവിടെ ബോർഡുകളൊന്നും കാണാനില്ല എന്തായാലും. അങ്ങനെ ബോട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും നമ്മുടെ ആ ഒരു മാർക്കറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് ഹാർബർ മാർക്കറ്റ് എന്നൊക്കെ പറയാമല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. എൻ്റെ ബൈക്ക് ഇവിടെയാണ്. ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം എനിക്ക് ആ പുലിമുട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചേട്ടന്മാർ ഇപ്പോഴും അവിടെ വല റിപ്പയർ ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രീസറൊക്കെ വെച്ചിട്ട് മീനെ കൊണ്ടുപോകുന്ന കുറേ വണ്ടികൾ, ഇങ്ങനെയുള്ള വണ്ടികളാണ് ഇവിടെ നിന്ന് ദൂരദേശത്തേക്ക് മീനുകളൊക്കെ കൊണ്ടുപോകുന്നത്. വേറെ മീൻ കൊണ്ടുപോകുന്ന ഫ്രീസറിലെ വണ്ടിയാണ്. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ അങ്ങനെ ഉണ്ട്. അങ്കൂരത്തിൻ്റെ ഷേപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഫിഷിംഗ് ലാൻഡിംഗ് സെൻറ്റർ മുനയ്ക്കക്കടവ്, ഇനാഗ്രേറ്റഡ് ബൈ ശ്രീ കെ കരുണാകരൻ. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരൻ സാറാണ് ഈ ഒരു ഫിഷിംഗ് ലാൻഡ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തതും കല്ലിട്ടതും ഒക്കെ.